ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. Praise be to God. ഇങ്ങനെ ഒരു അവസരം എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന എൻ്റെ വലിയവനായ ദൈവത്തിന് ഞാൻ ആദ്യമേ തന്നെ മുഴുവനും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിലേക്ക് പ്രവേശിക്കുന്നു. First of all, I offer all glory, honor and praise to such a great God who has given me a privilege to be in front of you, and I begin my testimony. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അറിയിക്കുന്നു. Through my Jesus Christ, I convey my loving greetings to all the dear saints and the believers who are gathered here. എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മിലിറ്ററി നേഴ്സ് ആകുക എന്നുള്ളത്. From my very small age, even from when I was in 8th standard or 9th standard, it was my great desire to become a nurse in the military. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ആ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ട സമയത്ത് അത് പൂർണ്ണമായിട്ടും കർത്താവിനിൽ നിന്നും മാറ്റി. After my primary education, when it was the time for me to choose that course, the Lord totally removed that desire from me. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു പ്രയാസത്തിനിടയാക്കി. And that caused a great sorrow in my life. വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുകയോ എൻ്റെ ഡ്രീമിൽ പോലും ഇല്ലാത്ത ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. According to the counsel of the saints, I had to choose a course which was not even in my thoughts. അതെൻ്റെ ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സായിരുന്നു. That was a course of lab technician. ആ കോഴ്സ് പൂർത്തിയാക്കി ഞാൻ ചിക്കമംഗലം പ്രദേശത്തേക്ക് കർത്താവിനെ എൻ്റെ ജോലിയോട് ബന്ധത്തിൽ അവിടേക്ക് അയച്ചു. After finishing that course, my Lord sent me to a place called Chikmagalur in connection with my job. ഏകദേശം 2 വർഷക്കാലം അവിടെ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. For about 2 years, the Lord helped me to serve there. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു രാത്രി ദർശനത്തിൽ കർത്താവിനോട് ഇപ്രകാരം അരുളി ചെയ്തു. When I was serving, doing my work there, in a night vision, the Lord made me known something. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് എന്നോട് അരുളി ചെയ്തു. You go to the place which I am going to show you. ഞാനത് കർത്താവ് ഇപ്പോൾ നിദ്ര പ്രാപിക്കുന്ന പാസ്റ്റർ സണ്ണി അപ്പച്ചനോട് അത് വിളിച്ചു പറഞ്ഞു. I made it known to our pastor Sunny who has passed away. അപ്പച്ചനോട് പറഞ്ഞു, ദൈവഹിതത്തിന് നീ നിന്നെ തന്നെ ഏൽപ്പിക്കുക, കർത്താവ് എന്ത് കൽപ്പിച്ചു അത് അപ്രകാരം അനുസരിക്കുക. And pastor told me, you surrender yourself for the will of God and you obey to what God is telling you. എനിക്ക് എവിടേക്ക് പോകണമെന്നറിയാതെ ഞാൻ ആ ദൈവത്തിൻ്റെ ആലോചന ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. I did not know where to go, but I took heed to the counsel of God. I resigned my job and I went back to my hometown. അനേകം ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. In front of many questions, I was isolated. പലരും എന്നെ കളിയാക്കി, നീ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ജോലി വിട്ടിട്ട് ഭവനത്തിൽ ജോലിയില്ലാതെ വന്നിരിക്കുന്നത് എന്നോട് ചോദിച്ചു. So many people made fun of me, telling, why did you resign such a good job and why did you come back home? യെശയ്യാ പ്രവചനം 35-15 വചനത്തിൽ പറയുന്നത് പോലെ വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എന്ന വചനം എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. According to Isaiah 35 and verse 15, your confidence is in the Lord. ഞാനും എൻ്റെ അമ്മയും കൂടെ ദിവസം തോറും പ്രാർത്ഥനയിലായിരുന്നു. I and my mother was in prayer for a long time. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറിയ പ്രായം മുതൽ ദൈവഭയത്തിലും ഭക്തിയിലും വളരുവാൻ തൊക്കണം കർത്താവ് എന്നെ അവർക്ക് ദൈവം കൃപ കൊടുത്തു. God helped my parents to bring me up in the fear of God. ഞങ്ങളപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം മാർച്ച് മാസം കർത്താവ് എനിക്കൊരു വേറൊരു ദർശനം എനിക്ക് നൽകി. That time when we were praying in the month of March, God gave me another vision. ആ ദർശനത്തിൽ കർത്താവ് ഇപ്രകാരം ഒരു വചനം എന്നോട് സംസാരിച്ചു. In that vision, the Lord spoke to me through another verse. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം, എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. Exodus 9 chapter 16 verse, and in very deed for this cause have I raised thee up, for to show in thee my power, and that my name may be declared throughout all the earth. ആ ദർശനത്തിൽ മാലദ്വീപ്സ് എന്ന രാജ്യത്തെ കർത്താവ് എന്നെ കാണിച്ചു. അവിടെ ദൈവം എന്നെ കൊണ്ടുപോകാനും സഹായിച്ചു. In that vision, the Lord showed me a particular place, and the Lord took me to that place. ആ ദർശനത്തിൽ കാണിച്ച പ്രകാരം തന്നെ കർത്താവ് എനിക്ക്, ഞങ്ങളെ 15 പേരോളമായിരുന്നു ആ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്തത്. ഏറ്റവും കുറവായിട്ടുള്ള
എക്സ്പീരിയൻസ് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Accordingly, the Lord had shown me in that vision, we 15 of the candidates applied for that post, but I was least worthy of them. ഞാൻ ഒരു ഹിന്ദു വ്യക്തിയായിരുന്നു ആ ഏജൻസി നടത്തിക്കൊണ്ടിരുന്നത്. One Hindu person was leading that agency. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്കിളെ ആ വേക്കൻസി കർത്താവ് എനിക്ക് നൽകും. I told him, Uncle, the Lord will give me that vacancy. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ തിരുത്തി മറിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് ആ പോസ്റ്റ് തന്നു. But the Lord gave me that particular post. ഞാൻ അവിടെ ചെന്നതിൻ്റെ 3-ാം ദിവസം കർത്താവ് എനിക്ക് വേറൊരു ദർശനം തന്നു. On the 3rd day I reached that particular place. The Lord gave me another vision. ഏകദേശം മാലദ്വീപ്സിൻ്റെ ക്യാപിറ്റലാകുന്ന മാലിയിൽ തന്നെ ഒരു നല്ല സ്ഥാപനത്തിൽ വിത്ത് ID കാർഡോട് കൂടി കർത്താവ് എനിക്കൊരു ജോലി നൽകുന്ന ദർശനം 3-ാം ദിവസം തന്നെ ദൈവം എനിക്ക് നൽകുവാനിടയായി. On the 3rd day the Lord gave me a vision of myself getting a job in the capital city of Andamans, Maldives. പക്ഷേ ആദ്യം അവരെന്നെ അയച്ചത് ഏകദേശം 21 മണിക്കൂറോളം ബോട്ട് യാത്ര ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു ഐലൻഡിലേക്കായിരുന്നു. Firstly, they posted me in an island where I had to travel for 21 hours by ship. ഞാൻ കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഹിതം എന്തോ അതെൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. Then I told the Lord, whatever may be your will, let it be fulfilled in my life. ഞാൻ മാലദ്വീപ്സിന് പോകുന്നതിന് മുമ്പായി വിശുദ്ധന്മാർ എന്നോട് പ്രാർത്ഥിച്ച് എന്നോട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. Before I went to Maldives, the saints prayed for me and they told me a particular thing. നീ വലത്തോട്ടോ ഇടത്തോട്ടോ പോകുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്നും ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നുവെന്നും നീ ഓർക്കുക. When you turn towards right or left, you understand that the eyes of the Lord is upon you and God is watching over you. നീ ഒരു ദൈവ പൈതലാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. You should never forget that you are a child of God. അപ്രകാരം തന്നെ കർത്താവോടെ ജീവിപ്പാൻ ദൈവം എനിക്ക് ഓരോ ദിവസവും കൃപ തന്നു. Likewise, the Lord gave me grace to live in that place each and every day. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ 2004 ഡിസംബർ 26-ാം തീയതി, As you all are aware, in the year 2004, December 24th, രാവിലെ ഏകദേശം 9:30 മണിയായപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഐലൻഡിൽ സുനാമി കടന്നു വരാനിടയായി. in the morning where I was working in that island, those tsunami waves were hit. എൻ്റെ ക്ലിനിക്കും ഞാൻ താമസിക്കുന്ന ഇടവും തമ്മിൽ 5 മിനിറ്റത്തെ ദൂരം മാത്രമേ ഉള്ളൂ. My clinic and my accommodation place were only 5 minutes distance. 3 പ്രാവശ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിലക്കി. 3 times before I was supposed to go to that place, the Spirit of the Lord hindered me. അതിനു മുമ്പായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് 121-ാം സങ്കീർത്തനം വായിക്കാൻ അതിശക്തമായി ഇടപെട്ടു. Before that, the Spirit of the Lord strongly urged me to read 121st Psalm. അതൊരു മുസ്ലിം രാജ്യമായതുകൊണ്ട് പരസ്യമായി ബൈബിൾ വായിക്കാൻ ഇവിടെ അനുവാദമില്ല. Because that was a Muslim land, there was no permission to read the Bible openly. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയ വേദപുസ്തകം കരുതിയിരുന്നു. I had a small Bible in my hand. 121-ാം സങ്കീർത്തനം വായിച്ചിട്ട് ഞാൻ വെളിയിലേക്ക് പോയി. I read Psalm 21 and I sat outside. കുറച്ച് ദൂരം നടന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. After walking a small distance, the Spirit of the Lord spoke to me. നീ നിന്റെ ദൂതനോട് വിഘടം കാണിക്കരുത്. You should not go against your angel. എനിക്ക് വലിയൊരു ഭാരം എൻ്റെ ഹൃദയത്തിലേക്ക് അകപ്പെട്ടു. A great burden was put in my heart. ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അവിടെ നിന്നുപോയി. I could not keep even a feet and I was standing there still. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഒരു തെങ്ങ് മൂടത്തക്ക രീതിയിലുള്ള വലിയ കൂറ്റൻ തിരമാലകൾ അടിച്ചു വരുന്നത് കണ്ടു. Suddenly when I was looking, I could see very high waves which was even taller like a coconut tree. ഞാൻ അതിശക്തമായി അവിടെ നിന്ന് ഓടി എൻ്റെ ഹോസ്പിറ്റലിലേക്കോ സൂപ്പർവൈസറുടെ റൂമിലേക്കോ ഓടി കയറി ചെല്ലുവാനിടയായി. Very fastly from there I ran to my supervisor's room and I entered that room. ഞാൻ പറഞ്ഞു, വെള്ളം കയറി വരുന്നു, പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ എല്ലാം എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്കുക എന്ന് പറഞ്ഞു. I told him the water is gushing inside, suddenly take all the patients and take them inside. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. He did not know what to do and he told me, I don't understand what you are telling. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലാക്കുവാൻ ദൈവം കൃപ ചെയ്തു. I told him to come soon and some patients I took them to the first floor. അങ്ങനെ ലാസ്റ്റിൽ ഞാനൊരു ടേബിളിൻ്റെ പുറത്ത് കയറി നിന്നു. At last I stood upon a table. അപ്രകാരം തന്നെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കഴുത്തറ്റോളം വെള്ളമായി.
Likewise, the waters came till my neck. ആ സമയം ഞാൻ എന്നെ തന്നെ എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചു. At that time, I humbly surrendered myself into the hands of my God. ജീവനും മരണത്തിനും ഇടയിൽ ഞാൻ നിന്നു. I was standing between death and life. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? What profit even if a man shall gain the whole world and lose his soul? ഓരോ തെറ്റുകളും ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. I started confessing all my sins and shortcomings. അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിറയുവാനിടയായി. Likewise, when I was praying, I started getting filled in the Holy Spirit. ദൈവം എന്നെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചു. And my God rescued me from that state. ആ വർഷം കർത്താവ് എനിക്ക് തന്ന വചനം നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ, In that year, the verse that the Lord gave me was, even if you pass through the waters, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. I will be with you. നീ നദികൾ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല. And through the rivers they shall not overflow thee. ഇത്രത്തോളം കർത്താവ് എന്നെ സഹായിച്ചു. My Lord helped me hitherto. സമയം ചുരുക്കമല്ല, ഞാൻ മറ്റൊരവസരത്തിൽ കർത്താവ് എന്നെ അനുവദിക്കുന്ന പക്ഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Because of the lack of time, I would like to share with you the remaining things in another instance. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. All those who are listening to me, I just have one thing to share with you. ദൈവഭയത്തിൽ ജീവിച്ച് We should live in the fear of God. ദൈവകൽപ്പനകളെ അനുസരിച്ച് We should obey the commandments of the Lord. കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. May the Lord help us all to be prepared for the coming of the Lord. അന്ത്യത്തോളം ദൈവത്തിന്റെ കൃപയിൽ ഞാനും എൻ്റെ കുടുംബം കാണപ്പെടുവാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് താണിരിക്കുന്നു. I beseech all of your prayers so that we may also be caught up and be seen in the grace of the Lord.